കോർട്ടിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് വരും. ഒരിക്കലും ഒരു കോൺവെർസേഷൻ ഞാനും എൻ്റെ ഒരു അഡ്വക്കേറ്റ് ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മളൊരു പേഴ്സണൽ ടോക്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, കോർട്ടിന്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് വരാൻ സാധ്യതയൊക്കെ ഉണ്ടെന്ന്. അത് കേട്ടപ്പോൾ പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആരാ പേരെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം പുള്ളിയെ നന്നായി അറിയാം, എല്ലാവർക്കും സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പം എന്നെ ഒരുമാതിരി ഞാൻ ഒരിക്കലും LLB നിങ്ങൾ വല്ലപ്പോൾ എൻ്റെ വക്കീല് നിങ്ങൾ LLB ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അപ്പോൾ ആ അഡ്വക്കേറ്റ് കേൾക്കാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ എല്ലാ ആളുകളും അറിയാൻ വേണ്ടിയും ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറച്ച് നാൾ മുന്നേ, ഏകദേശം ഒരു മാസമായിട്ടുണ്ടാകും, നിങ്ങൾ അറിഞ്ഞു കാണും, ഒരു ടുൻടുൻ, അത് സെക്കൻഡ് നെയിമാണ്, അയാളുടെ ഒറിജിനൽ പേര് ഞാൻ മറന്നുപോയി. അയാളുടെ ലൈഫിൽ നിന്ന് 22 വർഷം അയാളുടെ വേസ്റ്റായി ജയിലിൽ കിടന്നിട്ട് ഒരു തെറ്റായ ധാരണയിൽ അയാളെ ഒരു മർഡർ കേസിൽ പിടിച്ചിട്ടതാണ്. പോലീസ് 3rd ഡിഗ്രി യൂസ് ചെയ്ത് അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു. ആക്ച്വലി നിങ്ങൾക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ എതിരെ ഉള്ള എവിഡൻസ് ആണ്, അത് കോർട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ലോവർ കോർട്ടിൽ നിന്ന് ആഫ്റ്റർ 12 ഇയേഴ്സ് അയാൾ അപ്പീലിന് പോയി. അയാൾ ചെയ്തിട്ടില്ലെന്ന് അയാൾക്കും അറിയാം. അപ്പീലിന് പോയിട്ട് ടെക്നിക്കൽ ഇഷ്യൂസും പ്രോബ്ലംസും കാര്യങ്ങളും പറഞ്ഞ് ഈ പറയുന്ന അപ്പീല് ഏറ്റെടുത്തില്ല ഹൈക്കോർട്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടത് ആ മനുഷ്യന് 22 വർഷമാണ്. ആരുടെ മിസ്റ്റേക്കാണ് ഇവിടെ? കോടതിയുടെ ഒറ്റ കോർട്ടിൻ്റെ മിസ്റ്റേക്കാണ്. ഈ കോർട്ടിൻ്റെ മിസ്റ്റേക്ക് കാരണം ആ മനുഷ്യൻ്റെ പോയത് 22 വർഷമാണ്. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഈ 22 വർഷം അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണ് സുപ്രീം കോർട്ട് അയാളെ അക്വിറ്റ് ചെയ്യുന്നത്. 22 വർഷം അയാളുടെ വേസ്റ്റ് ആയത് സുപ്രീം കോർട്ട് വല്ലാത്തൊരു രീതിയിൽ, ഒറീസ ഹൈക്കോർട്ടിലാണ് ഇത് സംഭവിച്ചത്. ഹൈക്കോർട്ടിനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഹൈക്കോർട്ടിനെ കുറ്റപ്പെടുത്തിയിട്ടും ലോവർ കോർട്ടിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമൊന്നുമില്ല. ആ മനുഷ്യൻ്റെ നല്ല കാലം 22 വർഷം പോയി കിട്ടി. അപ്പോൾ കോർട്ടിൻ്റെ കയ്യിൽ നിന്നും മിസ്റ്റേക്സ് വരും എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞത് തെറ്റല്ല എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ കേൾക്കുന്ന എൻ്റെ ആ സുഹൃത്ത് ഫ്രണ്ട് വക്കീല്, അയാളുടെ ഒരു വാദം ഉണ്ടായിരുന്നു. അയാൾ എന്നെ വല്ലാതെ കൊച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോർട്ടിൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് വരില്ല എന്ന്. മിസ്റ്റേക്ക് വരും, മിസ്റ്റേക്സ് ഹാപ്പൻ. ഇപ്പോഴും ഫാമിലി കോർട്ടിൽ നിന്ന് ഇഷ്ടം പോലെ മിസ്റ്റേക്സ് നടന്നുകൊണ്ടേയിരിക്കും. അത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പീലിന് പോകുമ്പോൾ സുപ്രീം കോർട്ട് എത്തുമ്പോഴായിരിക്കും അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അറിയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും തെറ്റല്ല എന്നുള്ളതാണ്.